നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 200 കോടി രൂപയുടെ ആഭരണങ്ങളാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തിരുവനന്തപുരത്തെ ഭീമ ജ്വല്ലറിയുടെ 3 ഷോറൂമുകളിലായി വ്യാപാരം നടന്നത്. 250 കിലോഗ്രാം സ്വർണവും 400 ക്യാരറ്റ് വജ്രവുമാണ് ജ്വല്ലറിയിൽ നിന്ന് അന്ന് മാത്രം വിറ്റുപോയത്. ഇന്ത്യയിൽ ഒരു ജ്വല്ലറി ശൃംഖല ഇത്രയും അധികം കളക്ഷൻ ഒരൊറ്റ ദിവസം കൊണ്ട് നേടുന്നത് ചരിത്രത്തിൽ ആദ്യം. ഭീമയുടെ MG റോഡ് ഷോറൂമിൽ നിന്നാണ് ഏറ്റവും അധികം സ്വർണം വിറ്റിരിക്കുന്നത്. 160 കിലോഗ്രാം സ്വർണവും 320 ക്യാരറ്റ് വജ്രവുമാണ് MG റോഡ് ഷോറൂമിൽ നിന്ന് മാത്രം വിറ്റത്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 100 വർഷം തികയ്ക്കുന്ന ഭീമയ്ക്കിത് അഭിമാനകരമായ നേട്ടമായിരുന്നു. 1925 തുടങ്ങിയതാണ് ഭീമ. ഒരു നൂറ്റാണ്ടിന്റെ നിറവിലേക്ക് ഭീമ കടക്കുമ്പോൾ ഉപഭോക്താക്കളുടെ വിശ്വാസമാണ് എല്ലാ വിജയത്തിനും കാരണമെന്ന് ചെയർമാൻ B. ഗോവിന്ദൻ പറഞ്ഞു. സ്ഥിര നിക്ഷേപം എന്നതിനപ്പുറം ഹ്രസ്വകാല ആവശ്യങ്ങളെ മുൻനിർത്തി സ്വർണം വാങ്ങുന്നത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ട്രെൻഡാണ്. വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അധികം ആളുകളും സ്വർണം വാങ്ങുന്നത്. പുതുതലമുറയുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് പണിക്കൂലി ഇളവുകൾ നൽകി വിപണി കൈയടക്കാൻ ജ്വല്ലറികൾ തമ്മിൽ കിടമത്സരമുണ്ട്. ഒറ്റ ദിവസത്തെ സ്വർണ്ണ വിൽപ്പനയുടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ സാധിച്ചു എന്നത് ഭീമ ജ്വല്ലറി അവകാശപ്പെടുന്നതും. അതിനിടെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. മാത്രമല്ല, ആശ്വാസ ദിനവുമാണ്. ഇന്നലെ പവന് 720 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയ നിലവാരം തന്നെയാണ് ഇന്നും തുടരുന്നത്. ഇതോടെ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1200 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് പവന് 57,120 രൂപയാണ്. 1 ഗ്രാമിന് 7,140 രൂപയും. വെള്ളി വില ഗ്രാമിന് 100 രൂപയും കിലോഗ്രാമിന് 1,00,000 രൂപയുമാണ്. നവംബർ 1 പവൻ വില 59,080 രൂപയിലെത്തിയതാണ് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്നത് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. രാജ്യാന്തര വില തന്നെയാണ് കേരളത്തിലും ബാധിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചൈന വീണ്ടും സ്വർണം വാങ്ങാൻ തുടങ്ങിയത് രാജ്യാന്തര സ്വർണ്ണവിലയെ $2,700 മുകളിൽ എത്തിച്ചിരുന്നു. 6 മാസം സ്വർണത്തോട് മുഖം തിരിച്ച ചൈനീസ് പീപ്പിൾസ് ബാങ്ക് നവംബറിൽ 5 ടൺ സ്വർണമാണ് വാങ്ങിയത്. എന്നാൽ ഉയർന്ന വിലയിൽ നിക്ഷേപകർ ലാഭം വെളുപ്പ് നടത്തിയതോടെ വില ഇടിയുകയായിരുന്നു. നിലവിൽ ഔൺസിന് $2,648 സ്വർണത്തിന്റെ വ്യാപാരം. റിസർവ് ബാങ്കിന്റെ പലിശ തീരുമാനത്തിനായി കാത്തിരിക്കുന്ന നിക്ഷേപകർ വലിയ നിക്ഷേപത്തിന് മുതിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന US മൊത്ത വ്യാപാര പണപ്പെരുപ്പം 3% ഉയർച്ച കാണിച്ചതാണ്. ഇത് ഉപഭോക്തൃ വിലപ്പെരുപ്പം നിലനിൽക്കുമെന്ന സൂചനയാണ് നൽകിയത്. ഫെഡറൽ റിസർവിന്റെ പലിശ തീരുമാനത്തെ ഇത് സ്വാധീനിക്കാനിടയുണ്ട്. അടുത്തയാഴ്ച ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 0.25% കുറയ്ക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷകൾ. പലിശ കുറഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും ഉയരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.